വിരഹദുഃഖങ്ങൾ. സെലിഗ്യുരിൻ്റെ മരണശേഷം കൊച്ചുറാണി തൻ്റെ അമ്മയുടെ സ്ഥാനം കൊടുത്തിരുന്ന ചേച്ചി പൗളിനായിരുന്നു. കൊച്ചുറേസ്യായ്ക്ക് 9 വയസ്സുള്ളപ്പോൾ പ്രിയപ്പെട്ട പൗളിൻ ചേച്ചി കർമ്മലമഠത്തിൽ പ്രവേശിക്കുന്ന വിവരം കേട്ട് അവൾ വളരെയധികം ദുഃഖിതയായി. തൻ്റെ പ്രിയപ്പെട്ട രണ്ടാനമ്മ തന്നെ വിട്ടുപോകുന്ന കാര്യം അവൾക്ക് അചിന്തനീയമായിരുന്നു. എന്നാൽ ആ യാഥാർത്ഥ്യത്തെ അവൾ മുഖാമുഖം ദർശിക്കേണ്ടി വന്നു. വേർപാടിൻ്റെ ആ ദിവസത്തെപ്പറ്റി തെരേസ എഴുതുന്നു: പൗളിൻ ചേച്ചിയുടെ അവസാന ചുംബനം സ്വീകരിച്ച സ്ഥലം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. അനന്തരം അമ്മായി നാം എല്ലാവരെയും ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ കൊണ്ടുപോയി. അപ്പച്ചൻ ആ ദിവ്യബലി സമയം തൻ്റെ ആദ്യത്തെ ബലി സമർപ്പണത്തിനായി കർമ്മലമലയിൽ കയറുകയായിരുന്നു. കുടുംബാംഗങ്ങളെല്ലാവരും കണ്ണുനീർ പൊഴിക്കുകയായിരുന്നു. തന്മൂലം ഞങ്ങൾ പള്ളിയിലെത്തിയപ്പോൾ കാണികളെല്ലാവർക്കും വിസ്മയമായി. ഞാൻ അതൊന്നും ഗവനിക്കാതെ കരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ആത്മാവ് പാകതയുടെ പ്രാപ്തിയിൽ നിന്നും വിദൂരത്തായിരുന്നു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിലെത്തും മുമ്പ് അനേകം അഗ്നിപരീക്ഷണങ്ങൾ ഞാൻ തരണം ചെയ്യേണ്ടിയിരുന്നു. സ്വമാതാവിൻ്റെ നിത്യവിരഹം മൂലമുള്ള ദുഃഖം ശമിച്ചിട്ടുണ്ടായിരുന്നില്ലാത്തതിനാൽ പൗളിൻ്റെ വേർപാട് അവളുടെ സഹനശക്തിക്ക് അതീതമായിട്ടാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. അപ്പച്ചനോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് അവൾ കർമ്മലമഠം സന്ദർശിച്ചിരുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.